എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8-ന്റെ 15, 16, 17 വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നമുക്ക് ലഭിച്ച വലിയ പദവി നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നതാണ്. ഇതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലാണ്. അപ്പോൾ പുത്രൻ്റെ ദൗത്യ ലക്ഷ്യം നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശം നൽകുന്നതായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമാകട്ടെ ആ അവകാശം ഉപയോഗിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ആണ്. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വലിയ പദവിയും ഭാഗ്യവും. ഒരു യഹൂദ ബാലൻ ഒരിക്കലും ദൈവത്തെ അബ്ബ എന്ന് സംബോധന ചെയ്യുകയില്ല. ദൈവത്തെക്കുറിച്ചുള്ള പിതൃസങ്കല്പം യഹൂദന്മാർക്കുണ്ട്. പക്ഷേ മാനുഷിക പിതാവിനെ സംബോധന ചെയ്യുന്ന അബ്ബ എന്ന ദൈവത്തെ വിളിക്കാൻ അവർ തയ്യാറാകില്ല. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് അബ്ബ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. സ്വർഗസ്ഥനായ അബ്ബ എന്നാണ് മൂലഭാഷയിൽ. അത്രമാത്രം അടുപ്പവും സ്നേഹവും നമുക്ക് ഉണ്ടെന്ന് വ്യക്തം. പൗലോസ് ഈ പശ്ചാത്തലത്തിൽ പ്രസ്താവിക്കുന്നത് നാം മക്കളാകൊണ്ട് അബ്ബ എന്ന് വെച്ചാൽ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതാണ് നമ്മൾ വായിച്ചത്. ഒരു റോമൻ ചക്രവർത്തി രാജ്യങ്ങൾ കീഴടക്കി വിജയശ്രീലാളിതനായി അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുമ്പോൾ വലിയ ആഘോഷപൂർവമായ വരവേൽപ്പ് സാമ്രാജ്യം അദ്ദേഹത്തിന് നൽകുകയാണ്. തെരുവോരങ്ങൾ അലങ്കരിക്കപ്പെട്ടു. പ്രൗഢമായ ഒരു വരവേൽപ്പ്. അശ്വാരൂഢരായ പടയാളികൾ അകമ്പടി സേവിച്ച് ചക്രവർത്തി ഒരു രഥത്തിൽ കടന്നു വരുമ്പോൾ രാജകുടുംബം നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബാലൻ ഉത്സാഹപൂർവം ജനക്കൂട്ടത്തെ മുറിച്ചു കടന്ന് ചക്രവർത്തിയുടെ രഥത്തെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പടയാളി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങോട്ട് പോകരുത്. അതാരാണെന്നറിയാമോ? ചക്രവർത്തിയാണ്. ആ കുട്ടി ഒട്ടും കൂസാതെ പറഞ്ഞ മറുപടി, ഹീ ഈസ് യുവർ എംപറർ ബട്ട് ഹീ ഈസ് മൈ ഡാഡ്. അദ്ദേഹം നിങ്ങൾക്ക് ചക്രവർത്തി, പക്ഷേ എനിക്ക് എൻ്റെ ഡാഡിയാണ്. ദൈവം സർവാധിപതിയും സകലത്തിന്മേലും അധികാരിയും എല്ലാമാണ്. എന്നാൽ അവിടുന്ന് നമ്മുടെ പിതാവാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയ ധൈര്യവും പ്രത്യാശയും.
ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിച്ച് പുത്രപദവിക്ക് അനുസൃതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ കൂടി ദൈവാത്മാവ് നമ്മോട് പറയുന്നു, അരുത്, ദൈവമക്കൾക്ക് ചേർന്നതല്ല. അങ്ങനെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മളതിനെ വകവയ്ക്കാതെ സ്വേച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹൃദയം തഴമ്പിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് നാം വഴങ്ങാത്തവരായിത്തീരുന്നു. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനായി നമ്മിൽ പ്രവർത്തിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. അന്ത്യരാത്രിയിൽ കർത്താവ് മാളികമുറിയിൽ പെസഹ ഭക്ഷിക്കുകയും വിശുദ്ധ തിരുവത്താഴം സ്ഥാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നു. ഇതിന് ദ അപ്പർ റൂം ഡിസ്കോസ് അല്ലെങ്കിൽ മാളികയിലെ പ്രഭാഷണം എന്നാണ് പറയുക. ഇതിൽ 4 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പാറക്കലീത്ത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതൊരു ഗ്രീക്ക് വാക്കാണ്. അർത്ഥം ഒരു പക്ഷത്തേക്ക് വിളിക്കപ്പെട്ടവൻ. വിളിക്കപ്പെടുന്നത് പലതിനാകാം. ആശ്വാസത്തിനും ഉപദേശത്തിനും കാര്യനിർവഹണത്തിന്, ഇങ്ങനെ പലതിനും. അതുകൊണ്ട് പറക്കലീത്ത എന്നതിന് ആശ്വാസപ്രദൻ, കാര്യസ്ഥൻ, ഉപദേഷ്ടാവ്, വഴികാട്ടി, സഹായി എന്നൊക്കെ അർത്ഥമുണ്ട്. ആ പദത്തിന് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചോർന്നു പോകാതിരിക്കാൻ ഈസ്റ്റേൺ സഭ ആ പദം തന്നെ ആരാധനാക്രമത്തിലൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് മേൽപ്പറഞ്ഞ തരത്തിലെല്ലാം നമ്മിൽ വ്യാപരിക്കുന്നു, വ്യാപരിച്ച് നമ്മെ സഹായിക്കുന്നു. യേശുക്രിസ്തു എങ്ങനെ ശ്ലീഹന്മാർക്ക് വഴികാട്ടിയും ഉപദേഷ്ടാവും ആശ്വാസപ്രദനുമൊക്കെ ആയിരുന്നുവോ അതുപോലെ പരിശുദ്ധാത്മാവും വിശ്വാസികളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് മറ്റൊരു കാര്യസ്ഥൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏതെല്ലാം വിധത്തിൽ ആദിമസഭയിൽ വ്യാപരിച്ചു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിനെയും ബർന്നബാസിനെയും മിഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാർ എവിടെ പോകണം എവിടെ പോകരുത് എന്ന് മാർഗനിർദ്ദേശം നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. പ്രതിസന്ധിയിൽ ധൈര്യം പകരുന്നത് ആത്മാവായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന വലിയൊരു പദവിയിലേക്ക് ചേർക്കപ്പെട്ടവരും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തവരാണ്. ആ ഒരു വലിയ ബന്ധത്തിൽ നിലനിൽക്കാൻ നമ്മെ ദിനംതോറും പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ കണ്ടു. ദൈവിക ബന്ധം മുറിഞ്ഞു പോകാതെ നിലനിർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വളരെ അധികമായി ആഴമായി ഉണ്ട്. വിശുദ്ധ സ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ആ ഒരു വലിയ ബന്ധത്തിലേക്ക് ഇഴുകിച്ചേർപ്പിക്കുന്നു. അതാണ് അതിൻ്റെ കൗദാശികത എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ആരാണ് എന്നത് തിരിച്ചറിഞ്ഞ് ആ വലിയ ബന്ധത്തിൻ്റെ മൂല്യം സൂക്ഷിപ്പാൻ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതം കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു.
ഉറക്കവും ഉണർവും ദാനമായി നൽകിയല്ലോ. പ്രകാശത്തിൻ്റെ പുതിയ പുലരിയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പുത്രത്വത്തിൻ്റെ പദവി എന്നത് കാത്തു സൂക്ഷിക്കാൻ അങ്ങേ പിതാവേ എന്ന് വിളിച്ച് ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറിപ്പോകാത്ത സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. ഇന്ന് ഞങ്ങളുടെ സകലവിധമായ ആവശ്യങ്ങളും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടപാടുകളും മറ്റ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വളരെയധികം സ്നേഹത്തോടും സൗമ്യതയോടും കൃപയോടും കൂടെ ഇടപെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ദർശനത്തിൻ്റെയും ഉൾക്കരുത്തിൻ്റെയും പുതുവർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.